കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഓറഞ്ച് കുക്കീസ് ആയാലോ ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഓവനൊന്നും ആവശ്യമില്ല. മുട്ട ചേർക്കാതെ ഉണ്ടാക്കുന്ന ഓറഞ്ച് കുക്കീസാണ്. നല്ല ക്രിസ്പിയായ ഓറഞ്ച് കുക്കീസ് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്. കുട്ടികൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഉപ്പില്ലാത്ത ബട്ടറാണ്. ഇതിലേക്ക് ഇനി പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇത് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. പൊടിച്ചു വരുമ്പോൾ 1 കപ്പ് ഉണ്ടാവും. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതുപോലെ ബീറ്റർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ബട്ടറിന് തണുപ്പുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് ആയാലും മതി. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഈ സൈഡൊക്കെ ഒന്ന് വടിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കുക്കീസിന് ഓറഞ്ച് ഫ്ലേവർ തരാനായിട്ട് ഞാൻ ഇത് ഓറഞ്ചിൻ്റെ തൊലി ഒരാഴ്ചയോളം വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചതാണ്. ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ലൊരു സൗന്ദര്യവർദ്ധക വസ്തു കൂടിയാണ്. അല്പം കടലമാവും പാലോ തൈരോ ചേർത്ത് മുഖത്ത് പുരട്ടിയ നല്ലൊരു ബ്രൈറ്റനിങ് മാസ്കുമായി. ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ പൊടിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഓറഞ്ചിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. എന്നാൽ ഒരുപാട് കുത്തലുണ്ടാവുകയില്ല. ഇതിൽ നമ്മൾ ഓറഞ്ച് ജ്യൂസ് ഒന്നും ചേർക്കുന്നില്ല. ഇനി 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ അരിപ്പയിലൂടെ അരിച്ച് ചേർക്കാം. മൈദ മുഴുവനായിട്ടും അരിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിനാണ് കിട്ടുന്നത്. വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ ഒരല്പം പാല് ചേർക്കാവുന്നതാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ കുഴയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതുപോലെ കയ്യിൽ വെച്ച് ഈസി ആയിട്ട് ഉരുട്ടാൻ പറ്റുന്ന പാകത്തിന് കിട്ടണം. ഇനി ഇത് നമ്മുടെ ബേക്കിംഗ് ട്രേ, ഞാനൊരു സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൽ നെയ്യ് തടവി ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. ഓരോ ഉരുളയായിട്ടെടുത്ത് ഒന്ന് പരത്തി കൊടുക്കുക. പരത്തുമ്പോൾ ക്രാക്സ് ഇല്ലാത്ത പാകത്തിന് കിട്ടണം. ഒരു ഫോർക്ക് വെച്ച് വേണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഡിസൈനും കൂടി ചെയ്യാം. ഈ വക കാര്യങ്ങൾക്കൊക്കെ കുട്ടികളെ കൂടി കൂട്ടൂ. അവർക്കും വളരെ സന്തോഷമായിരിക്കും ചെയ്യാൻ. അവരുടെ ഫേവറേറ്റ് കുക്കീസാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വളരെ രസകരമായ ഈ കുക്കീസ് മേക്കിംഗ് കുട്ടികൾ ഒന്നിച്ച് തന്നെ ചെയ്യാം. ഇത് വെക്കുമ്പോൾ അത്യാവശ്യം ഗ്യാപ്പ് ഇടാൻ മറക്കരുത്. ബേക്ക് ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടി സൈസ് കൂടും. ഞാൻ ഇതുപോലൊരു അലൂമിനിയം പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതാണ്. അതിലൊരു സ്റ്റാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പ്ലേറ്റ് വെക്കാൻ പോകുന്നത്. ഇനി അതല്ല ഓവനിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം. ഇതിനി അടച്ചു വെച്ചൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാം. 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് തുടങ്ങണം. ഇല്ലെങ്കിൽ അടിവശം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. 20 മിനിറ്റാണ് എനിക്കെടുത്ത സമയം. അടിപൊളി കുക്കീസ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. അപ്പോൾ ഈ ടേസ്റ്റി ഓറഞ്ച് കുക്കീസ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.